ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീമാരെ ഇടതുപക്ഷ എംപിമാർ ഉൾപ്പെടുന്ന LDF സംഘം ഇന്ന് സന്ദർശിക്കുകയുണ്ടായി. ശാരീരികമായും മാനസികമായും കന്യാസ്ത്രീമാർ അവശതയിലാണെന്ന് ഇടത് സംഘം പറഞ്ഞു. BJPയുടെ ഭരണകൂട ഭീകരതയാണ് കന്യാസ്ത്രീമാരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞതെന്നും ഇടത് എംപിമാർ വ്യക്തമാക്കി. This is the most tortured condition for them. They are not well. They are being made to sleep on the floor. Both of them have serious health problems which are being aggravated of this wrong, toxic agenda of the BJP government here targeting Christians. ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീമാരെ സന്ദർശിച്ച ശേഷമായിരുന്നു ഇടത് സംഘം മാധ്യമങ്ങളെ കണ്ടത്. ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് K. രാധാകൃഷ്ണൻ MP. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ അവകാശങ്ങളുമുണ്ട്. ആ അവകാശങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. ഇവിടെ കൃത്യമായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അജണ്ട വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ്, പ്രത്യേകിച്ചും BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ കന്യാസ്ത്രീമാരെ മോചിപ്പിക്കാൻ BJP നടപടി സ്വീകരിക്കണമെന്ന് A. റഹീം MP. കാണിച്ചിട്ട് വെറുതെ വർത്തമാനം പറയുന്നത്, അതാണ് എൻ്റെ മറുപടി. ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു അമ്മയോട് ഇങ്ങനെ പെരുമാറോ BJP? അല്പം ലജ്ജയുണ്ട്. എന്നിട്ട് വന്ന് ഷോഫ് വർത്തമാനം പറയല. ആ ഷോയും കയ്യിൽ വെച്ചിരുന്നത് BJPക്കാരൻ. അങ്ങനെ ഹൃദയഭേദകമായി ഈ കാഴ്ച കണ്ട നടുവിൽ നിന്നിട്ട് രാഷ്ട്രീയ വർത്തമാനം പറയാൻ BJPക്കാരൻ നിൽക്കരുത്. അല്പം മാന്യതയുണ്ടെങ്കിൽ ഇവരിവിടെ നിന്ന് പുറത്തിറക്കണം. ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന കന്യാസ്ത്രീമാരെയാണ് ഒരു കാരണവും കൂടാതെ തുറങ്കൽ അടച്ചിരിക്കുന്നതെന്ന് ജോസ് K. മാണി MP. ഈ ഭരണകൂടം എന്തിന് ഈ ചുമത്തി എന്ന് പറഞ്ഞത് വളരെ പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് ആണ്. കന്യാസ്ത്രീമാരുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്കയുണ്ടെന്ന് ആനി രാജയും PP സുനീർ MPയും പ്രതികരിച്ചു. ഈ രണ്ട് സിസ്റ്റേഴ്സിൻ്റെയും ആരോഗ്യസ്ഥിതി, അവർ സീനിയർ സിറ്റിസൺസ് ആണ്, അവരുടെ ആരോഗ്യസ്ഥിതി നല്ലതല്ല. തീർച്ചയായും നിയമവിരുദ്ധമാണ്. അതിനെതിരെ കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളും ഉയർന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ ദിനം ഇടതുപക്ഷ MPമാരെയും പ്രതിനിധികളെയും തടഞ്ഞ് നാടകീയമായ നീക്കങ്ങളും ജയിൽ അധികൃതർ സ്വീകരിച്ചിരുന്നു. കന്യാസ്ത്രീമാരോടൊപ്പം അറസ്റ്റ് ചെയ്ത പെൺകുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന യുവാവിനെയും ഇടതുപക്ഷ സംഘം സന്ദർശിച്ചു. ശാരീരികമായും മാനസികവുമായും തളർന്നിരിക്കുകയാണ് കന്യാസ്ത്രീമാരെന്നാണ് LDF പ്രതിനിധി സംഘം പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ സങ്കടമെന്ന് പറയുന്നത് അവർ ചോദിക്കുന്നത് തങ്ങളും ഈ രാജ്യത്തിൻ്റെ പൗരന്മാരല്ലേ എന്നുള്ളതാണ്. വിദേശികളെന്ന് മുദ്രകുത്താനുള്ള നീക്കവും വർഗീയ ചിന്താഗതിയും BJP സർക്കാർ എത്രത്തോളം ഇത്തരം ന്യൂനപക്ഷ ആക്രമണത്തിന് ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. ദുർഗ് സെൻട്രൽ ജയിലിൽ നിന്നും ക്യാമറമാൻ കിരൺ രാജിനൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്.